ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഒരു കല്യാണ വീഡിയോ കേട്ടോ. കല്യാണത്തിൻ്റെയും ഉണ്ട് വിരുന്നിൻ്റെ രണ്ട് വീഡിയോയും കൂടി ചേർന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് പാതിരാക്ക് 12 മണിക്ക് എല്ലാ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോളെ കൊണ്ട് ഞാൻ ഇടിച്ചതാണ് കേട്ടോ മൈലാഞ്ചി. അപ്പോൾ എൻ്റെ മോളും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പിറ്റേന്ന് കല്യാണത്തിനും പോകണമായിരുന്നു കേട്ടോ. കല്യാണം മദ്ദൂരായിരുന്നു, അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഉണ്ട് കേട്ടോ പോവാൻ. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ മോനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ചുരം കൊണ്ട് പരിപ്പ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മോനിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണം എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ, അതായത് അമ്മാവൻ്റെ കാർന്നോൻ്റെ മോൻ്റെയാണ്, അതായത് മാമൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 8:30 മണി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബസ് പോകാൻ നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു റൊട്ടി പോലത്തെ പൂരി പോലത്തെ ഒരു ഇതായിരുന്നു കേട്ടോ, എനിക്കറിയില്ല അത്. പിന്നെ ചോറും ഉണ്ടായിരുന്നു, ഗീ റൈസ്, പിന്നെ ചിക്കൻ്റെ എന്തൊക്കെയോ കറിയോ അങ്ങനെ ഉണ്ടായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ മോളായിട്ടാണത്. മറ്റേത് എൻ്റെ ഏട്ടൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ ഇക്കാൻ്റെ മോളുമാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ ഉച്ചക്കത്തെ വീഡിയോസ് ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ, തിരക്കായ കാരണം. ഇത് ബസ്സിൽ കുട്ടികൾ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. വരുന്ന സമയത്ത് വരാനൊരു 8 മണി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്താൻ തന്നെ 9:30-10 മണീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വിരുന്നിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വിരുന്ന് രാത്രിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ രാത്രി ഇങ്ങനെ ഹാളിലേക്ക് ഞങ്ങളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ജിലേബീൻ്റെ ഒക്കെ ലൈവ് കൗണ്ടറും ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് ഐസ്ക്രീമിൻ്റെതും ഉണ്ടായിരുന്നു, പിന്നെ പാനിപ്പൂരി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാന് ചോറ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെറ്റിലയുടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കൗണ്ടറാട്ടോ അതുണ്ടായത്. അങ്ങനെ വാട്ടർമെലൺ, പപ്പായി, അങ്ങനെ മസ്ക് മെലൺ, ഗോവ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കൗണ്ടറിൻ്റെ സൈഡൊക്കെ. അപ്പോൾ ഇത് കുട്ടികൾക്ക് മറ്റേ കോട്ടൺ ക്യാൻഡി, അതേപോലെ തന്നെ പോപ്കോൺ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങളും കുറച്ചിങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജിലേബി അവിടെ ചൂടോടെ ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇതെൻ്റെ നാത്തൂനും അവരുടെ ഹസ്ബൻഡുമാണ് കേട്ടോ. എൻ്റെ രണ്ടാമത്തെ നാത്തൂനാണ് അത്. അപ്പുറത്ത് ഇത് നാത്തൂൻ്റെ ഹസ്ബൻഡാണ്. എനിക്ക് 4 നാത്തൂന്മാരാണ് കേട്ടോ ഉള്ളത്. 4 നാത്തൂന്മാരും 2 അനിയന്മാരും ഒരു ഏട്ടനും ഉള്ളത്. അങ്ങനെ 8 മക്കളാണ് കേട്ടോ അവരുള്ളത്. ഇത് ഉപ്പാണ് കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പ. ഇത് പിന്നെ നിങ്ങൾക്കറിയാം, ഇത് എൻ്റെ മോളാണ്. പിന്നെ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ മാത്രമേ ഉണ്ടായിട്ടില്ല, അവർക്ക് പനിയായ കാരണം അവരുണ്ടായിരുന്നില്ല കേട്ടോ, അവരും കുട്ടികളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൻ ഞങ്ങൾ ഉള്ളിൽ കയറി പിന്നെ ഫോട്ടോസൊക്കെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നെക്സ്റ്റ് മെയിൻ പരിപാടി ഫുഡ് അടിക്കൽ തന്നെ. ഫുഡിന് ഞങ്ങളങ്ങനെ ചെക്കൻ്റെ ഇങ്ങനെ കൂടെയാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെക്കൻ്റെ കുടുംബക്കാരും ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് മദ്ദൂരിൽ നിന്ന് വന്ന കുറച്ച് അവരുടെ റിലേഷനും ഉണ്ടായിരുന്നു ലാസ്റ്റ്. അപ്പോൾ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കുറേ വെറൈറ്റീസ് തന്നെ ഉണ്ടായിരുന്നു. ഷീക്കും ചിക്കൻ്റെ സ്റ്റിക്ക്, ചിക്കൻ ഡ്രൈ, അങ്ങനെ എൻ്റെ മോളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ ഉൾട്ട പിടിച്ച് വെച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിട്ട്, അതുകൊണ്ട് അതിങ്ങനെയുള്ളത്. അതേപോലെ ചിക്കൻ്റെ ചീസ് റോള്, അതൊക്കെ നല്ല രസമുണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കാറ്ററിനൊക്കെ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ മാമ തന്നെ, അതായത് ചെക്കൻ്റെ ഉപ്പ തന്നെയാണ് കേട്ടോ, പുതിയാപ്പിളൻ്റെ. അവർ ഇങ്ങനെ നമ്മളുടെ മാമ അങ്ങനെ പണ്ടാരി ഫുഡ് വെക്കൂല ഇങ്ങനെ കല്യാണത്തിന്, അങ്ങനെയാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ അമ്മ, അതായത് ഉമ്മാൻ്റെ ആങ്ങള. അപ്പോൾ ഞങ്ങൾ മെയിൻ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അവിടുന്ന് രാത്രി ഒരു 10-10:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും